ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായല്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട് പറ്റുന്നില്ലായിരുന്നു ഗൈസ്. കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടല് കാണാൻ വന്നതാണ് ഗൈസ്. കടല് കാണാൻ വന്നതാണ്. അപ്പം നിങ്ങളിപ്പം ഇന്ന് ഓണമായോണ്ട് എനിക്ക് ഓഫാണ്. ബലൂൺ പുറകിൽ ബലൂൺ ഉണ്ട് ഗൈസ്. അപ്പൊ അത് കണ്ടോണ്ടിരിക്കും. നമുക്ക് മേടിച്ചു കൊടുക്കാം. മേടിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു പറയണ്ട ഗൈസ്. ഇത് മേടിച്ചു തരാൻ വേണ്ടിട്ട് എന്ത് വഴക്കാരെന്നറിയോ? നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ഇതിന്റെ സ്വഭാവം. ഇപ്പൊ ഇച്ചിരി കുറുമ്പിയാണ്. കുറെ നാളെയോ ഇപ്പൊ സ്ക്രീനിലൊക്കെ വന്നിട്ട് അതുകൊണ്ട് ഭയങ്കര കുറുമ്പിയാ. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളി നോട്ടം നോക്ക്. എന്റെ അടുത്ത് വരാനാ ഒന്നും പറയണ്ട ഗൈസ്. കണ്ടാ എന്തൊക്കെ പണിയാണ് ദൈവമേ. അങ്ങനെ കയറുമ്പോ ഇവിടെ വരണം, ഇവിടെ വരുമ്പോ അവിടെ പോണം. ഐസ്ക്രീം ഒന്നും കൊടുത്താൽ ശരിയാക്കില്ല. ബില്ലു പൂച്ച എന്തിനാ കയ്യിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. പൂച്ച പറന്നു പോയിരിക്കാൻ വേണ്ടി എന്തിനാ കയ്യിൽ കെട്ടിയിട്ടിരിക്കുക. ഇനി അടുത്ത് കാണും, ഇന്ന് അടുത്തില്ല. காலங்கள் தோறும் என் ஏக்கம் தீருமா நான் பார்த்து நின்றேன் பொன்வானம். ഇങ്ങനെ ബാലു വന്നിരിക്കുകയാണ് ഗൈസ്. ബാലു അങ്ങനെ വന്നിരിക്കുകയാണ്. ആ പൂച്ചയെ കണ്ടിട്ട് ആ ചിരി കണ്ടോ? ഇങ്ങനെ ഞങ്ങള് ബാലു വന്നു. ഇനി അവന് ഇതേപോലത്തെ സാധനം മേടിക്കണം. വെള്ളത്തിൽ ഇറക്കാൻ പോകും. ഇറങ്ങുന്നു. അല്ല ഇവിടെ എടുക്കും. ഇവിടെ ഈ പിടിച്ചു വീഡിയോ എടുക്കാം. അങ്ങനെ എടുക്കാം. കടൽ ഇങ്ങനെ കയറി ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും കേട്ടോ. എനിക്ക് ഇത്രയും അങ്ങ് കയറി കിടക്കുക കടല്. കണ്ടാ നമുക്കിങ്ങനെ ഇതുവരെ ഇങ്ങനെ നടക്കാം. ഇന്നൊരു ചെറിയൊരു ഔട്ടിങ് ആണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കടല് കാണിക്കണമെന്ന് വിചാരിച്ചു. കടല് കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പം നേരെ വന്നതാണ്. ഇന്ന് ഓണം ആയതുകൊണ്ട് എനിക്ക് ഓഫായിരുന്നല്ലോ. നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. എന്റെ പൊന്നു ആയിസ്, ഇവരും ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ മുമ്പേ കണ്ടില്ലേ? ഈ കടലിലോട്ട് അങ്ങ് ഇറങ്ങുക. കേറണ്ടെന്ന് പറയണ്ട. ഞാൻ ഇറക്കത്തില്ലെന്ന് വിചാരിച്ചു അവളെ അഞ്ചിൻ്റെ അടുത്ത് പോയിരിക്കുക കേട്ടോ. എച്ചേ
ലച്ചേ നോക്കത്തില്ല ഓക്കെ ഇറങ്ങണം, ഇപ്പൊ കടലിൽ ഇറങ്ങണം. അതാ പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലേ, ഇവിടെ അന്ധകാരനാഴി പൊഴിയിൽ വീണതാണ് കേട്ടോ. എങ്ങനെയോ ദൈവ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ തല തന്നെ വരാണ്ടായിരുന്ന ചുമ്മാ ആഗ്രഹം. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇതിവിടെ ഈ പൊഴിയിൽ വീണതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അപ്പൊ ഗൈസ്, ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, വലിയ കാര്യമൊന്നും ഇല്ലെന്നെങ്കിൽ മനസ്സിലായി. എന്നാലും ഒരു ചെറിയൊരു വീഡിയോ, ചുമ്മാ ഒന്ന് തുടങ്ങി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം പറയുന്നത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഒരുക്കുന്ന വെള്ളത്തിക്കലേ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നമ്മൾ പറഞ്ഞു എനേബിൾ വെച്ചേക്കാം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.